27/8/2026 വ്യാഴാഴ്ച ദിവസം വെച്ചുള്ള വ്യാഴന്റെ ഭാവമാറ്റം കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർക്ക്. ഇത് കൂറ് വെച്ചിട്ടുള്ള മാറ്റമല്ല. കൂറിൽ 2.25 നക്ഷത്രക്കാർക്ക് ഒന്നിച്ചു മാറുന്ന മാതിരിയാണ് പറയുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല നോക്കുന്നത്. ഓരോ നക്ഷത്രത്തെയും എടുത്ത് ഭാവം കണക്കൂട്ടിയിട്ട് ഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴം മാറുന്നതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും. അതുകൊണ്ട് വ്യാഴം മാറുന്നത് വെച്ചിട്ട് നല്ലയിടത്ത് വന്നു കഴിഞ്ഞാൽ നല്ലത് സംഭവിക്കണമെന്നൊന്നും ഇല്ല. കാരണം വ്യാഴം മാത്രമല്ല നമ്മളുടെ ഫലം നിശ്ചയിക്കുന്നത്, മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയാണ്. അപ്പം വ്യാഴം നല്ലയിടത്ത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശത്തിലാണെങ്കിൽ ഈ വ്യാഴൻ്റെ ഗുണം അത്ര കിട്ടിയെന്ന് വരില്ല. അതേസമയം വ്യാഴം മോശത്തിൽ വന്നുകൊണ്ട് മോശം എന്നൊന്നും ചിന്തിക്കണ്ട. മറ്റുള്ള ഗ്രഹങ്ങൾ നല്ലതാണെങ്കിൽ ഈ മോശം അത് അധികം അനുഭവപ്പെടില്ല. അപ്പം ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് വ്യാഴഗ്രഹം നമുക്ക് അനുകൂലമായിട്ടാണോ, നമുക്ക് നല്ല ചെയ്യാനാണോ മോശം ചെയ്യാനാണോ ഇനിയുള്ള കാലഘട്ടത്തിൽ ശ്രമിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ട് വ്യാഴം നമുക്ക് നല്ലതാണോ ഇനി ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ മോശമാണോ ചെയ്യാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ വ്യാഴന് വലിയ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട്? വ്യാഴനും ശനിക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അത് വളരെ മെല്ലനെയാണ്, സാവധാനത്തിലാണ് മാറുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം കുറച്ച് കാലമുണ്ടാകും. നേരെ മറിച്ച് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് മാറും. അതുകൊണ്ട് ഇന്ന് മോശമാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നല്ലതായിരിക്കും. പക്ഷെ ഇതാവുമ്പം കുറച്ച് കാലം നിലനിൽക്കും. അതാണ് വ്യാഴൻ്റെയും ശനിയുടെയും എല്ലാം പ്രാധാന്യം. അപ്പം നമുക്ക് വ്യാഴം ഇനി ഈ നക്ഷത്രക്കാർക്ക്, അതായത് കാർത്തിക, ഉത്രം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ മോശ സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത്. വളരെ മോശം. അതായത് 12 വർഷത്തിലൊരിക്കൽ ഏറ്റവും മോശമായ സ്ഥാനം ഏതാണോ അവിടെയായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത്. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇനി ഉണ്ടാകുന്ന മാറ്റം കുറച്ച് നല്ലതായിരിക്കും. അതുകൊണ്ട് നല്ലതെന്ന് പറയാൻ പറ്റില്ല, നല്ല സ്ഥാനമല്ല, അത് മോശ സ്ഥാനം തന്നെയാണ്. പക്ഷേ നേരത്തെ അത്ര മോശമില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് അതിനെ കാണാം. ഇപ്പം നമ്മളൊരു പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ കുറേ പ്രയാസമായിരിക്കും. ഒന്ന് വീട് വിട്ട് താമസിക്കണം, അതിൻ്റേതായ പ്രയാസങ്ങൾ, ആ ജോലിയായിട്ട് പൊരുത്തപ്പെട്ടു പോകണം, അങ്ങനെയുള്ളൊരു പീരീഡായിട്ട് കാണാം. അതുകൊണ്ട് മോശ സ്ഥലത്താണെന്ന് വെച്ചിട്ട് ഒന്നും നല്ല സംഭവിക്കില്ല എന്നൊന്നും ചിന്തിക്കണ്ട. ചിലപ്പോൾ ജോലി കിട്ടിയെന്ന് വരാം, എല്ലാം നടന്നെന്ന് വരാം, പക്ഷേ കുറച്ച് പ്രയാസങ്ങളായിരിക്കും, അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള പ്രയാസങ്ങൾ. അതുകൊണ്ട് കുറച്ച് ബെറ്റർ സ്ഥാനം തന്നെയാണ്, പക്ഷേ നമുക്കൊരു തൃപ്തി കിട്ടില്ല. കാരണം ഒന്നിക്കൽ ജോലി ഇല്ലാത്ത പ്രശ്നങ്ങളാണെങ്കിൽ ജോലി കിട്ടാനുള്ള ഡിലേ വരിക, താമസങ്ങൾ വരിക, ചിലപ്പം കിട്ടിയതിൻ്റെ ഫലമായിട്ട് കുറേ പ്രയാസങ്ങൾ, വീട് വിട്ട് പോകണം, അവിടെ ഇവിടെ അങ്ങനെയെല്ലാം കുറേ പ്രയാസങ്ങളുള്ള ഒരു സ്ഥലമായിട്ടാണ് കാർത്തിക നക്ഷത്രക്കാർക്കുള്ളത്. മോശ സ്ഥലം തന്നെയാണ്, പക്ഷേ ചില നല്ല കാര്യങ്ങളെല്ലാം സംഭവിക്കുകയും ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ എന്തുണ്ടാകും? അതിൻ്റേതായ പ്രയാസങ്ങളും ഉണ്ടാകും. അപ്പം ഇന്ന കാര്യത്തിനൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, ഉദാഹരണമായിട്ട് ഇതിപ്പം വീടുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിന് പ്രാധാന്യമുണ്ട്, പ്രോപ്പർട്ടീസുമായിട്ട്, വാഹനങ്ങളുമായിട്ട്, വിദ്യാഭ്യാസവുമായിട്ട്, കുടുംബമായിട്ട്, അങ്ങനെ പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ചെറിയ മാറ്റങ്ങളെല്ലാം സംഭവിക്കാം. പക്ഷേ അതിൻ്റേതായ പ്രയാസങ്ങളും അതിൻ്റെ കൂടെ കാണും. ചില ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അങ്ങനെ അതേസമയം കഴിഞ്ഞ സ്ഥാനത്തെ അപേക്ഷിച്ച് കുറേ ബെറ്റർ ആയിരിക്കും. ഇനി ഉത്രം, ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സ്ഥാനത്തായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത്. എല്ലാം എളുപ്പത്തിൽ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനത്താണ് വ്യാഴൻ ഉണ്ടായിരുന്നത്. എല്ലാം നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. രാഷ്ട്രീയക്കാർക്കെല്ലാം നല്ല സമയമാണ്.
ആയിരുന്നു, ആണ് എന്നല്ല ആയിരുന്നു, മാറിയല്ലോ. അതേസമയം എളുപ്പത്തിൽ പണമെല്ലാം കിട്ടും, അങ്ങനെയുള്ളൊരു സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പണമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സ്ഥലത്തായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത്. സാമ്പത്തികപരമായിട്ടോ സാമൂഹികപരമായിട്ടുള്ള ഒരു നല്ല സ്ഥാനത്താണ്. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന അത്ര നല്ല സ്ഥാനത്തല്ല. പണം കൊടുത്താൽ ചിലപ്പം തിരിച്ചു കിട്ടില്ല, പണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, ചിലപ്പോൾ ആരെങ്കിലും പറ്റിച്ച് അടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് എന്തെങ്കിലും പണമെല്ലാം കൊടുക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് എഗ്രിമെൻ്റ് എല്ലാം ഒപ്പിടുമ്പോൾ ശരിക്കൊന്ന് സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത്. അതേസമയം ഒരു അലസത, ഒരു താല്പര്യമില്ലായ്മ, ചിലപ്പം തോന്നി ഇവിടെ നിന്ന് അങ്ങ് വിട്ടുപോയി കളി, എവിടെയെങ്കിലും ഒറ്റക്ക് പോയി താമസിക്കാം, അങ്ങനെ തോന്നിയേക്കാം. ചിലപ്പോൾ ഒറ്റക്ക് താമസിക്കേണ്ട അവസ്ഥ വരിക. വേണ്ടാതെ കേസ് വഴക്കിലൊന്നും കൊണ്ട് തലയിടരുത്. വിദേശ ഇടപാടുകൾക്കൊന്നും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പോകുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഒരു ഏകാന്തത അനുഭവപ്പെടും. ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടാകാം. നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്കെല്ലാം ട്രാൻസ്ഫർ അടിക്കുക, ട്രാൻസ്ഫർ ഉണ്ടാവുക, അധിക ചെലവ്, അലസത, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, വേണ്ടാതെ പേരുദോഷം ഉണ്ടാവുക, ഇങ്ങനത്തേനെല്ലാം ഇത്തരത്തിലെല്ലാം ഉള്ള ഒരു മോശ സ്ഥലത്താണ് വ്യാഴം വന്നിരിക്കുന്നത്. അപ്പം ഇതുവരെ ഉള്ളതിൻ്റെ നേരെ എതിരാണ്. ഇതുവരെ നല്ല സ്ഥലത്തായിരുന്നു, ഇപ്പോൾ അതിൻ്റെ നേരെ എതിര് സ്ഥലത്താണ് വ്യാഴം വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം, ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ഥലത്തായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു മോശ സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത്. അലസതയെല്ലാം ഒഴിവാക്കണം. എല്ലാ കാര്യത്തിലും നമ്മൾ തന്നെ ഒന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങി തിരിച്ചാലേ പറ്റൂ, അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നു പോകും. ഇനി ഉത്രാടം നക്ഷത്രക്കാർക്കും നല്ല സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതായിരുന്നു, ദാമ്പത്യപരമായിട്ട് നല്ലതായിരുന്നു, ശത്രുക്കളെല്ലാം കുറച്ച് കുറവായിരുന്നു. അങ്ങനെയുള്ളൊരു നല്ല സ്ഥലത്തായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത് ഇതുവരെ. പക്ഷേ ഇപ്പം വ്യാഴം കുറച്ച് മോശ സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പം എന്തെങ്കിലും രോഗമുള്ളവരാണെങ്കിൽ അവർക്ക് രോഗം കുറച്ച് കൂടാം. അല്ലെങ്കിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ചില രോഗങ്ങളെല്ലാം ഉണ്ടാവുക, അതിൻ്റേതായ പ്രശ്നങ്ങൾ, ചില കഷ്ടപ്പാടുകൾ, എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം ഒന്ന് ശ്രദ്ധിച്ചോളണം. ആരോഗ്യ പ്രശ്നങ്ങളാണ് ഒന്ന്, പിന്നെ ശത്രുതയാണ് വേറൊന്ന്. പ്രതീക്ഷിക്കാത്ത ശത്രുക്കൾ, തടസ്സങ്ങൾ, ശത്രുത, തടസ്സങ്ങൾ, പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ. അത് ഏത് ഫീൽഡിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കും. എല്ലാം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കുറേ പ്രശ്നങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. ജോലിയെല്ലാണെങ്കിൽ ചിലപ്പോഴൊക്കെ ജോലി നഷ്ടപ്പെടുക, ട്രാൻസ്ഫർ ഉണ്ടാവുക, ഇങ്ങനത്തെ എല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകാം. പൊതുവേ ഒരു മോശ സ്ഥലമാണെന്ന് പറയാം. ഇപ്പോൾ ഓപ്പറേഷനെല്ലാം പറ്റിയൊരു സമയമൊന്നുമല്ല. പക്ഷേ ഓപ്പറേഷൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തല്ലേ പറ്റും. പക്ഷേ എല്ലാം മാറ്റിവെക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ, അല്ല ഉടനെ ചെയ്യേണ്ട ഓപ്പറേഷൻ പിന്നെ മാറ്റാനൊന്നും പറ്റില്ല. അല്ല, നമുക്കൊരു ഓപ്പറേഷനെല്ലാം ചെയ്യണം എന്നെല്ലാം വെച്ചിരിക്കുകയാണെങ്കിൽ അത് കുറച്ച് മാറ്റി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏത് മാറ്റിവെക്കാൻ പറ്റുന്നത്. എല്ലാതെ ഓപ്പറേഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ചിലപ്പം ദോഷമായി തീരുക. ഓപ്പറേഷൻ ചെയ്യേണ്ട വേണ്ട, ഇപ്പം സമയം മോശമാണെന്ന് വെച്ച് മാറ്റി വെച്ചാലോ, ചിലപ്പോൾ അതുകൊണ്ട് തന്നെ രോഗിക്ക് ദോഷം സംഭവിക്കാം. അപ്പോൾ അതൊന്നുമില്ല, അതെല്ലാം ഡോക്ടർ പറയുന്നവർ ചെയ്യുക. അല്ല ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ എപ്പം ചെയ്താൽ മതി എന്നെല്ലാം പറയുകയാണെങ്കിൽ കുറച്ച് മാറ്റി വെക്കുക. അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് വ്യാഴം വന്നിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പൊതുവെ ഉത്രാടം നക്ഷത്രക്കാർക്ക് നല്ല സ്ഥലത്തായിരുന്നു ഇതുവരെ. അത് കുറച്ച് മോശ സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത്. മോശം എന്ന് പറയുന്നത് ഇന്ന വിഷയത്തിനൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ഇന്ന് ഏത് വിഷയത്തിനാണോ ഇറങ്ങിത്തിരിക്കുന്നത് അത്തരം കാര്യങ്ങൾക്കെല്ലാം ചെറിയ തടസ്സമുള്ളതായിട്ട് കണ്ടാൽ മതി. എന്നാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് കഴിഞ്ഞതിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് ബെറ്റർ ആയിരിക്കും. അതേസമയം ഒരു ചെറിയ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയമായിരിക്കും. പക്ഷേ നല്ല സ്ഥലത്തല്ല, അതിൻ്റേതായ പ്രയാസങ്ങളുമെല്ലാം ഉണ്ടാകും. ഇതാണ്
27/8/2026 വെച്ചിട്ടുള്ള വ്യാഴൻ്റെ ഭാവമാറ്റ ഫലം കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർക്ക്.